സുഹൃത്തുക്കളെ, ഇതാണ് കപ്പപ്പുട്ട്. കപ്പപ്പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ ആദ്യം കപ്പപ്പൊടി വേണം. സാധാ നോർമൽ പുട്ടുപൊടി പകുതിയും കപ്പപ്പൊടി പകുതിയും ചേർത്ത് നോർമൽ വെള്ളത്തിൽ ഉപ്പും ചേർത്ത് നന്നായി പാകമായി കുഴക്കുക. കപ്പപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും. ആ വീഡിയോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. കപ്പപ്പുട്ടുണ്ടാക്കാൻ പച്ചക്കപ്പ നന്നായി നൈസായി ചെത്തിയെടുക്കുക വട്ടത്തിൽ. അത് പാകമാവും വരെ വെയിലത്തിട്ട് നന്നായി ഉണക്കുക. പാകമായോ എന്ന് മനസ്സിലാവാൻ ഒരു കപ്പ കഷ്ണമെടുത്ത് ചെറുതായിട്ട് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ ചില്ലിൻ്റെ സൗണ്ട് ഉണ്ടാവും. അങ്ങനെ ചില്ലിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ പാകമായി എന്നാണ് അർത്ഥം. അത് മിക്സിയിൽ നന്നായി പൊടിക്കുക. നൈസായി പൊടിക്കണ്ട, കുറച്ച് തരിതരിപ്പോടുകൂടി പൊടിക്കുക. ഈ കപ്പപ്പൊടിയും നോർമൽ പുട്ടുപൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. അതിനാവശ്യമായ വെള്ളം പാകത്തിന് നോക്കി നോക്കി കുഴക്കുക. എന്നിട്ട് സാദാ പുട്ടുണ്ടാക്കും പോലെ പുട്ടും പനിയിൽ വെള്ളം നിറച്ച് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇടുക. അതിന് മേലെ ഈ മിക്സ് ഇടുക. പിന്നെയും തേങ്ങ ഇടുക. പിന്നെയും മിക്സ് ഇടുക. അങ്ങനെ പുട്ട് 10-5 മിനിറ്റ് ആവി കാറ്റിയെടുക്കുക. ഇങ്ങനെ ചെയ്താൽ സ്വാദിഷ്ടമായ നല്ല വ്യത്യസ്ത നിറത്തിലുള്ള കപ്പപ്പുട്ട് റെഡി. ഇതിൻ്റെ കൂടെ ഏറ്റവും കോമ്പിനേഷനുള്ള കറി ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി. ഏറ്റവും സ്വാദിഷ്ടം നല്ല മുളകിട്ട മീൻ കറിയാണ്. ഇതുപോലുള്ള നല്ല വീഡിയോസിന് വേണ്ടി JD ഗ്രീൻ തോട്ട്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.